തിരഞ്ഞെടുപ്പ് ചൂടിലിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് വൻ അട്ടിമറി. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി ഒടുവിൽ പൊട്ടിത്തെറിയിൽ കലാശിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് രണ്ട് പ്രമുഖ യുവ നേതാക്കളെ കോൺഗ്രസിന് നഷ്ടമായി. കഴിഞ്ഞ തവണ ചിറയൻകീഴിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന VS അനൂപും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി RS അരുൺരാജുമാണ് കൈപ്പത്തി ഉപേക്ഷിച്ച് താമരയേന്തിയത്. രമ്യ ഹരിദാസിനെ ചിറയൻകീഴിൽ കെട്ടിയിറക്കിയതിനെതിരെ പുകഞ്ഞ പ്രതിഷേധം ഒടുവിൽ പാർട്ടി പിളരുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇവർക്ക് അംഗത്വം നൽകിയത്. വെറുമൊരു പാർട്ടി മാറ്റമല്ല ഇത്, മറിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ചിറയൻകീഴിൽ VS അനൂപും ചടയമംഗലത്ത് അരുൺ രാജും NDA സ്ഥാനാർത്ഥികളായി ജനവിധി തേടും. ചിറയൻകീഴിലെ മണ്ണറിഞ്ഞു പ്രവർത്തിച്ച പ്രാദേശിക നേതാക്കളെ തഴഞ്ഞ് രമ്യ ഹരിദാസിനെ അവിടെ പ്രതിഷ്ഠിച്ചതിന്റെ വിലയാണ് ഈ ചോർച്ച. പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഭാര്യ KA തുളസിക്ക് കോങ്ങാട് മണ്ഡലം സുരക്ഷിതമാക്കാൻ രമ്യയെ ചിറയൻകീഴിലേക്ക് നാടുകടത്തി എന്നാണ് പ്രാദേശിക നേതാക്കളുടെ ആരോപണം. KPCC പ്രസിഡന്റിന്റെയും രമ്യയുടെയും കോലം കത്തിച്ച പ്രതിഷേധം ഒടുവിൽ BJP പാളയത്തിലേക്കുള്ള പാലമായി മാറി. ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നവർക്ക് മാത്രമേ കോൺഗ്രസിൽ സ്ഥാനമുള്ളൂ എന്ന BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനം കൂടിയായപ്പോൾ വരും ദിവസങ്ങളിൽ ചിറയൻകീഴിലെ പോരാട്ടം വർഗീയ രാഷ്ട്രീയ ചേരിതിരിവുകളിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അനൂപിന്റെയും അരുൺ രാജിന്റെയും കടന്നുവരവ് തെക്കൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും കോൺഗ്രസിന് ഇതൊരു വൻ തിരിച്ചടി തന്നെയാണ്.